സൗപർണിക, PR വർക്കുകൾക്ക് ഒരു അതിരില്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒന്നേ കാണാനുള്ളൂ. ഒരു പ്രായമായ ഒരു ചേട്ടൻ നിന്ന് എന്നെ കൊണ്ട് അവർ ജയിച്ചതാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും കൊണ്ട് ഇതങ്ങ് കൊടുപ്പിച്ചാൽ പോരുന്നെങ്കിൽ ഈ നാണക്കേടങ്ങ് ഒഴിവാക്കായിരുന്നു. എന്തിനാണ് ഈ അവരുമായി സഹകരിക്കാത്ത ഒരാളിനെ കൊണ്ടുവന്ന് പൈസ കൊടുപ്പിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത PR ടീമാണോ CPM വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നത്? അല്ലേ, ഞാൻ ഇതിനു മുമ്പ് ചേച്ചിയോട് പറഞ്ഞു, CPM അത്രയ്ക്ക് എതിർപ്പുള്ള ആരവാണ് ഈ CPM PR ചെയ്യുന്നതെന്ന്. കാര്യം സർക്കാരിന്റെ PR ഉൾപ്പെടെ പൂർണ്ണമായി CPM തകർക്കുന്ന രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് നികേഷ് കുമാറാണ് CPM പഴയ വൈരാഗ്യം എന്തായാലും ഉള്ളിൽ ഉണ്ടാവും. അതായിരിക്കും, എന്താണ് സ്വന്തം അച്ഛനോട് ചെയ്തതൊക്കെ മനസ്സിൽ വെച്ച് പകപോക്കുന്ന സംശയമുണ്ട്. കാരണം നമുക്കറിയാം CPM സാധാരണഗതിയിൽ സർക്കാർ ഇടതുമുന്നണിയുടേതാണ്. അപ്പോൾ അവർക്ക് ഫണ്ട്, സാധാരണ നികുതി പണം പോലും അവരെടുത്ത് അവർ PR വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ PR എല്ലാം തിരിച്ചടിയാണ്. ചേച്ചി പറയും, ഇവരുടെ അടുത്തായിട്ട് വിജയിച്ച ഒരു PR ഏതെങ്കിലും ഒരു PR ചേച്ചി പറയും വിജയിച്ചത് ഏതാ? എന്താണ് അതിജീവിത മാർക്കൊപ്പമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കപ്പിൽ ചായ കുടിച്ചതോ അത് വിവാദമാകും, വൻ തിരിച്ചടിയായിട്ട് വരികയാണ് ചെയ്തത്. തിരിച്ചടി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ എന്താണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫുൾ ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മെയിൻ സ്ഥലങ്ങളിലെല്ലാം പോസ്റ്ററുകൾ അടിച്ചിട്ട് 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു, സ്ത്രീകൾക്കൊപ്പമാണ്, ഞങ്ങളുടെ നിലപാട് സ്ത്രീപക്ഷ നിലപാടാണ്. ഇതൊക്കെ തിരിച്ചടിയല്ലേ ആയിട്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ PR ചെയ്യുന്നവര് പോലെ എനിക്ക് തോന്നുന്നു ഈ സർക്കാരിനെ എങ്ങനെയും താഴെ ഇറക്കണം. അതാണ് ഈ PR ടീമിന് കൃത്യമായി പൈസ കൊടുക്കുന്നില്ലേ? അതുകൊണ്ടാണോ അതിന് സാധ്യതയില്ലേ ചേച്ചി? കാര്യം നികുതി പണമുണ്ട്, ശബരിമലയിൽ നിന്നൊക്കെ കട്ടുവച്ചിരിക്കുന്ന പണം ഇപ്പൊ അവർക്കൊരു പഞ്ഞമില്ലല്ലോ. ഖജനാവ് കാലിയാണെങ്കിലും CPM കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതല്ല, ഈ കൊടുക്കേണ്ട കാശ് PR ടീമിന് കൊടുക്കാതെ ഇടനിലക്കാരൻ CPM തട്ടിയോന്ന് അറിയണമല്ലോ. അതാണ് അതിനൊരു സാധ്യതയുണ്ട്. അല്ല ചേച്ചി, പക്ഷെ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഈ പറയുന്ന പോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് MV നികേഷ് കുമാർ. ഇപ്പൊ രാഷ്ട്രീയമായി പറഞ്ഞാൽ MV നികേഷ് കുമാറിനോട് അല്ലെങ്കിൽ ഐഡിയോളജിയോടൊക്കെ ഒരുപാട് എതിർപ്പ് എനിക്കുണ്ട്. പക്ഷെ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മരമുറി റിപ്പോർട്ടറിലിരുന്ന പഴയ റിപ്പോർട്ടറിലുണ്ടായിരുന്ന പഴയകാല മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ വളരെ കൃത്യമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം എന്നും അവിടെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഈ മാധ്യമപ്രവർത്തക എന്ന ജീവിതത്തിൽ വളരെയധികം സന്തോഷം നൽകുന്നതാണെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ആ ഒരു നികേഷ് കുമാറാണ് ഇപ്പോ CPM PR ചുമതല. ആ നികേഷ് കുമാറിന് ഇത്രത്തോളം മണ്ടനാണോ, അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള? അത് സൗപർണിക പറഞ്ഞതുപോലെ എന്തോ ഉള്ളിൽ വെച്ച് പെരുമാറുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു, അയാൾക്ക് പകരം ഇവരുടെ തന്നെ പ്രിയപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, അതായത് അത്രയ്ക്ക് അന്ധമായി, അതായത് കണ്ണ് കണ്ടുകൂടാത്ത രീതിയിൽ CPM അനുഭാവമുള്ള ആൾക്കാർ, അവരെ കൊണ്ട് പൈസ കൊടുപ്പിച്ച് അനുഭാവികളൊക്കെ ഇല്ലാണ്ടായി കാണും കേരളത്തിൽ. അതുകൊണ്ടായിരിക്കണം പുറത്തുനിന്ന് ഒരാളെ കെട്ടിയിറക്കി. അത് ഓർത്തില്ല, അത് ശരിയായിരിക്കും. അങ്ങനെ വരാൻ പോലും ഒരാളുണ്ടായില്ല. ഈ പ്രായമായവരെ ആ ഒരു കാര്യം ശരിയാണ്. കാരണം പഴയ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ തന്നെ അവർക്കൊരു അഭിമാനവും ആവേശവുമായിരുന്നു. നമ്മുടെ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് വന്നിരുന്ന കുറേ വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ചാനലുകാർ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അവർ വേറെ സ്ഥലത്ത് നിന്ന് വന്നവരാണ്, പയ്യന്നൂരുള്ളവരല്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അവര് പറയുന്നത് അവരുടെ ഉള്ളിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആവേശമാണ്. പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് പിണറായിസമായി മാറിയിരിക്കുകയാണ്, ഒരു മാഫിയയുടെ കയ്യിലാണ്. ഭൂമാഫിയ അല്ലെങ്കിൽ ബ്ലാക്ക് മണി മാഫിയ, അങ്ങനെയൊക്കെ കുറേ ഒരു ആൾക്കാരുടെ കയ്യിലാണ്. അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അവർ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് വന്നു. അപ്പൊ അവരുടെയൊക്കെ ഉള്ളിൽ ആ വേദനയുണ്ട്, ഈ കമ്മ്യൂണിസം നശിച്ചു പോകുന്നതിന്റെ. ചിലപ്പോ അത് കാരണം ഈ സൗപർണിക പറഞ്ഞ പോലെ ആ പ്രായമായ ആൾക്കാരെ ആരെയും ഇതിന് കിട്ടില്ല. അവരെല്ലാം ഇങ്ങനെ ഡ്രൈ ആയി, അവരുടെ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. അല്ല, കമ്മ്യൂണിസത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഈ പാവങ്ങളായിട്ടുള്ളവരൊക്കെ അകന്നു. പാവപ്പെട്ടവന്റെ പാർട്ടി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ തൊഴിലാളിയുടെ പാർട്ടി എന്ന് പറയുന്നിടത്തുനിന്നൊക്കെ എന്താണ് CPM വളർന്നു. അല്ലെങ്കിൽ CPM വളരുമ്പോൾ അത് സാധാരണക്കാരിൽ നിന്ന് CPM ഒരുപാട് അകറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം ശബരിമല വിഷയത്തിലൊക്കെ CPM പൂർണ്ണമായി പ്രതിരോധത്തിലായതിന് തൊട്ടു പിന്നാലെ CPM കണ്ടെത്തിയ ബുദ്ധിയായിരുന്നു വീടാന്തരം കയറി വീട്ടിലുള്ളവരും അല്ലെങ്കിൽ വോട്ടർമാരുമായി സംസാരിക്കുക. ആ പരിപാടി പോലും CPM വിജയിച്ചതുമില്ല, തലവേദനയായി. പിന്നെ അവിടെയും അവരുടെ PR ടീം പരാജയപ്പെട്ടു. MA ബേബി ഒരു വീട്ടിൽ കയറി പാത്രം കഴുകുന്ന വിഷ്വൽ എടുത്ത് അത് പ്രചരിപ്പിച്ചത് അവരുടെ PR ടീമാണ്. അവിടെയും ആ PR ടീം പാത്രം കഴുകിയത് തെറ്റെന്നല്ല,
പക്ഷേ അത് സ്വാഭാവികമായി, എന്നിട്ട് അവർ തന്നെ പറഞ്ഞു വർഷങ്ങളായി MA ബേബി അത് പാത്രം കഴുകാറുണ്ട്, അദ്ദേഹം പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിനെ പോലും അവർ ഹൈലൈറ്റ് ചെയ്തത് അവർക്ക് തിരിച്ചടിയായി. അതുപോലെ തന്നെ ഇപ്പൊ അടുത്തായി നടത്തിയ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഏത് പാർട്ടിയാലും ഇപ്പം പുതുയുഗയാത്ര, പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്രയും 3 മേഖലകളായി നടക്കുന്ന ജാഥകൾ, CPM ജാഥകൾ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ജാഥകളെല്ലാം പോകുന്നത്. ആ ഒരു ജാഥയിൽ പോലും ബംഗാളികളെ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ ഉൾപ്പെടെ അതെടുത്ത് പ്രചരിപ്പിച്ചത് എന്തിനാണ്? അത് വളരെ വലിയ മണ്ടത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ PR ടീം മനഃപൂർവ്വം CPM ഏത് വിരുദ്ധേനെ തുലയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PR ടീം മുന്നോട്ട് പോകുന്നത്. ചേച്ചി, ഒരു സാധാരണക്കാരെ നമുക്കറിയാം, ക്ഷേമ പെൻഷൻ ഒന്നും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല കേരളത്തില്. പെൻഡിങ് ഇട്ടാണ് കൊടുക്കാറ്. അപ്പൊ സാധാരണക്കാർ പലരും ഈ ഒരു പെൻഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ഇവരെ കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശം എന്ന് പറയുന്നത് MV ഗോവിന്ദന്റെ പരിപാടിക്ക് ഒരു സാധാരണക്കാരൻ, ഒരു വൃദ്ധൻ തന്റെ പെൻഷൻ കൊടുക്കുന്നു, മുഴുവൻ കൊടുക്കുന്നു. എന്നിട്ട് CPM ഇനിയും അല്ലെങ്കിൽ ഇതേ സർക്കാർ തന്നെ വീണ്ടും വരണമെന്ന് പറയുമ്പോൾ അതൊരു ജനവികാരമാണ് എന്നാണ് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ വന്നത് എന്താണ്? പാർട്ടിക്കാർ പറഞ്ഞു ഞാൻ കൊടുത്തു, ആ പൈസ തിരികെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ആൾ എനിക്ക് തോന്നുന്ന ഒരു നിഷ്കളങ്കനാണ്. ചിലപ്പോ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ആനുകൂല്യം, നമുക്കൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാലും, ചിലപ്പോൾ അവിടെ CPM ഭരിക്കുന്ന പഞ്ചായത്തായിരിക്കും, അവിടെ ഒരു കട്ടിലെങ്ങാനും ആയിരിക്കും ഈ ആൾക്ക് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ കട്ടിലൊക്കെ തന്നതല്ലേ, ഈ പരിപാടിക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞ് ചിലപ്പോ 100-200 രൂപ അധികം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സാധാരണക്കാരാണ്, വയസ്സായ ആളുകളാണ്. സ്വാഭാവികമായി അവരാ പണ്ട് സമരത്തിന് ആളെ വിളിക്കുന്നത് പോലെ വനിതാ മതിലിന്റെ സമയത്ത് തൊഴിലുറപ്പുകാരെയൊക്കെ നിർബന്ധിച്ചു കൊണ്ടുപോയതല്ലേ. പക്ഷെ ഇവർക്ക് അറിയില്ലായിരുന്നു ഇത് എന്തെങ്കിലും പുറത്തു വരും എന്നുള്ള കാര്യം. CPM കഷ്ടകാലം എന്ന് വെച്ചാല് ഇത്രയും കഷ്ടം പിടിച്ചൊരു കാലം. ഇത് ഈ പൈസ MV ഗോവിന്ദന് കൊടുക്കുന്ന ആ ചടങ്ങിന്റെ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് അവിടെ നിന്ന്, അതായത് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് മുക്കിയതും ധൻരാജ് രക്തസാക്ഷി ഫണ്ട് മുക്കിയതും പോലെ ഇതും മുക്കാനാണോ എന്നായിരുന്നു ആദ്യം എല്ലാവരും അതിനെ കുറിച്ച് കമന്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ വൈകിയാണെങ്കിലും അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ആ കൊടുത്ത ആ ആളിന്റെ വായിൽ നിന്ന് തന്നെ ജനം കേട്ടു. ഇതുകൊണ്ട് ആൾക്കാരെല്ലാം ഇപ്പോഴും വീണ്ടും കൃത്യമായ ധാരണ തന്നെയാണ് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അതിന്റെ ഈ റിയാക്ഷൻ അവർ വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇനി ചേച്ചിക്ക് തോന്നുന്നുണ്ടോ PR ടീം അടങ്ങുമെന്ന്? ഇനിയും മണ്ടത്തരങ്ങളുമായി വരും. ഇനിയിപ്പോ അടുത്ത് എന്തെങ്കിലും ഇതിന് ബദല, അല്ലെങ്കിൽ ഇത് ഓരോ തവണ CPM പ്രതിരോധത്തിലാകുന്ന വിഷയം വരുമ്പോ അതൊന്നൊന്ന് കേരളം അല്ലെങ്കിൽ വോട്ടർമാര് മറന്നു വരുമ്പോ അടുത്ത വിഷയം വീടാന്തരം ഒരു സൈഡ് കയറുമ്പോ ബംഗാളികളെ മുദ്രാവാക്യം പഠിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഒന്നുകിൽ അല്ല, ഇനിയിപ്പോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മൂടാൻ വേണ്ടിയിട്ട് സ്വയം ഇങ്ങനെ മണ്ടന്മാരായി ഇവരിങ്ങനെ അഭിനയിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമല്ലോ. അതും കൂടി ഇവര് ചിന്തിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ വിഷയവും CPM അല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള ആൾക്കാരെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന കേസ് EMI-കളായിട്ട് ഇവര് വിട്ടുകൊണ്ടിരുന്നത്. മാസം തോറും ഓരോ എപ്പിസോഡുകളായി പുറത്ത് ഓരോ അതിജീവിതകൾ എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് വിട്ടുകൊണ്ടിരുന്നു. അതൊന്നും ഇപ്പൊ ഏക്കാതെയായി. അതിപ്പോ ഇവിടെ അപ്പൊ അതുകൊണ്ട് കാലം കഴിഞ്ഞു. അത് സ്വയം മണ്ടന്മാരായി വീണ്ടും അത് അതിജീവിക്കാനുള്ള ശ്രമമാണോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്.